Hello friends, welcome back to my channel. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് മസ്റ്റർഡ് റൈസ് അല്ലെങ്കിൽ കടുകെണ്ണ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു റൈസ് ആണ്. ഇത് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ആണ്, ഡിഫറെന്റ് ഫ്ലേവർ ആ. കടുകെണ്ണയുടെ ഫ്ലേവർ നന്നായിട്ട് വരും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിപ്പോൾ പാൻ ഗ്യാസിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ കടുകെണ്ണ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമുക്ക് ഒരു സവോള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി വരുന്നത് നമുക്ക് ഒരു സവോള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ വെളുത്തുള്ളി 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ സവോളൊക്കെ വാടി വരുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും വെന്തോളും. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിപ്പോൾ 2 കപ്പ് വേവിച്ച വൈറ്റ് റൈസിന് വേണ്ടിയിട്ടുള്ള അളവിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്നാവും. നിങ്ങൾക്ക് പിള്ളേർക്ക് ലഞ്ചിന് വേണമെങ്കിൽ കൊടുത്തയക്കാം. ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കടുകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിൽ വരും. എല്ലാ ഫുഡും നമ്മൾ ഫ്രൈ ചെയ്ത് നോക്കുന്നത് പറയാം. എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും. 2 മിനിറ്റ് ഇതൊന്ന് വാടി വരണം. അപ്പോൾ നമ്മുടെ സവോളയും ക്യാരറ്റും ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച വൈറ്റ് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസ്റ്റേർഡ് ഓയിൽ കടുകെണ്ണ മുടിക്ക് നല്ലതാട്ടോ. മുടി വളരാൻ നമ്മുടെ നാട്ടിൽ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ കടുകെണ്ണയാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുക. ഇത് മുടി വളരാനും സ്കിന്നൊക്കെ ഭയങ്കര നല്ലൊരു സാധനമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യം പോലെ നിങ്ങൾക്ക് ഇടാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ മസ്റ്റേർഡ് റൈസ് റെഡിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഡിഫറെൻ്റ് ഒരു ഫ്ലേവറാണ്. കുറച്ചെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.